ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രസ്ഥിതിയെക്കുറിച്ചാണ്. ശനി ഗ്രഹം 2025 ജൂലൈ മാസം 15-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെ വക്രത്തിൽ സഞ്ചരിക്കും. ആ ശനിയുടെ സ്ഥിതി കൊണ്ട് കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. ഏതൊരു ഗ്രഹമായാലും വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിയും. ദോഷം ചെയ്തുകൊണ്ടിരുന്ന ഗ്രഹമാണ് എങ്കിൽ പോലും ഇരട്ടി ഫലമാണ് തരിക. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്കാണ് ഈ ശനിയുടെ സ്ഥിതി കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നവർക്ക് ഗ്രഹനിലയൊക്കെ നോക്കിയതിൻ്റെ അയച്ചു തരുന്നുണ്ട്. കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. അത് ഭാഗ്യസ്ഥാനത്താണല്ലോ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ പാപന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവത്തിലേക്ക് മാറുന്ന, അവിടെ നിന്നുകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന രീതിയിലേക്കാണ് വക്രസ്ഥിതിയുടെ ഭാവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശനി അഭീഷ്ട കാര്യത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സമയമാണ്. ഭാഗ്യ തടസ്സങ്ങൾ മാറുകയാണ്. ശനിയുടെ നവമഭാവം, അതായത് മീനം രാശിയിലെ സ്ഥിതി കൊണ്ട് ഭാഗ്യാവസ്ഥകൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക്, നിരീക്ഷിക്കുന്നവർക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ആ തടസ്സങ്ങൾ മാറി ഉയർന്ന ഭാഗ്യാവസ്ഥയോടുകൂടി ഏതൊരു കാര്യത്തിനും തീരുമാനമാകുന്നതിന് യോഗമുണ്ട്. അതായത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകൾ ഉള്ളവരാണ് എങ്കിൽ ആ രോഗങ്ങളൊക്കെ മാറുന്ന രീതിയിൽ ഒരു നല്ല ഡോക്ടറെ കണ്ടെത്തി ചികിത്സിക്കുവാനും ചികിത്സകൾ ഫലിക്കുവാനും യോഗമുണ്ട്. അതുപോലെ തന്നെയാണ് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും പ്രൈവറ്റ് മേഖലകളിലോ പബ്ലിക് സെക്ടറിലോ ഒക്കെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും അത് നല്ല രീതിയിൽ ഓഫീസിലെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അത് 140 ദിവസമുണ്ട്. 140 ദിവസം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല, ദീർഘകാലം. അത്രയും നാൾ ശനിയുടെ ആ ദോഷ കാഠിന്യം കുറഞ്ഞ് അനുഗ്രഹം ചൊരിയുന്നു. അത് വളരെ വലിയ കാര്യമാണ്. അത് പ്രധാനമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്കുമൊക്കെ ഈ ശനിയുടെ വക്രസ്ഥിതി കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസതയൊക്കെ മാറി വിദ്യാ വിജയങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. പൊതുവെ മത്സര പരീക്ഷകളിലൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിനും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീരുന്നതിനും നല്ല സ്നേഹത്തോടുകൂടി മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിന്നിട്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗം. മറ്റൊരു പ്രധാന കാര്യം കടങ്ങൾ വീടുക. ഏതെങ്കിലും തരത്തിൽ സ്വന്തം ബുദ്ധിയുടെ പ്രവർത്തനക്ഷമത കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ മറ്റ് കൂടെ നിന്ന സുഹൃത്തുക്കളുടെയോ ശത്രുക്കളുടെയോ പ്രവർത്തനം മൂലം
സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ നികത്തുവാൻ ഈ 140 ദിവസത്തെ ശനിയുടെ സ്ഥിതി കൊണ്ട് സാധിക്കും. കടങ്ങൾ വീടുക, അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം, കൂടാതെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാനായിട്ട് സാധിക്കും. ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. കള്ളന്മാരിൽ നിന്നോ അതുപോലെ തന്നെയൊക്കെയുള്ള ആൾക്കാരിൽ നിന്ന്, പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചില ദോഷ അനുഭവങ്ങൾ വന്നു ചേരുവാനും സൂചനയുണ്ട്. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതായത് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല, സ്ഥാനഭ്രംശസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ബുധൻ ബലവാനായിട്ട് വരുന്നു, ധനസ്ഥാനത്തേക്കൊക്കെ വരുന്നു. അപ്പോൾ സ്ഥാനഭ്രംശസ്ഥാനത്ത് നിൽക്കുന്നത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴഗ്രഹം ഭാഗ്യാധിപനാണ്. സ്വന്തം നാട് വിട്ട് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുക, നല്ല ജോലി കിട്ടുക. ഇവിടെ സ്വന്തം നാട്ടിൽ യാതൊരു ജോലിയുമില്ല, കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വിദേശത്ത് പോയി നല്ല ഉയർന്ന സാമ്പത്തിക സ്ഥിതിയോടുകൂടി ഒരു ജോലി കരസ്ഥമാക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. വിദേശ ധനം കൈകാര്യം ചെയ്യുവാൻ, അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ഉള്ള ധനം കൈകാര്യം ചെയ്യുവാൻ ഭാഗ്യമുള്ള ഒരു സമയം. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും, വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും, ഒരു ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഒരു പുരോഗതികൾ വന്നു ചേരും. പ്രധാനമായും ദോഷങ്ങൾ മാറുക എന്നുള്ളതാണ്. ദോഷങ്ങൾ മാറി ഐശ്വര്യപൂർണമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വളരെ അനുകൂലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.